ഇന്ന് പലരും ശുശ്രൂഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ശുശ്രൂഷ മനസ്സുള്ളവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. യേശു വന്നത് എന്തിനെന്ന് വചനം സ്പഷ്ടമായി പറയുന്നു. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാമത് വചനം. ഒരിക്കൽ ധാരാളം ആളുകൾ സഞ്ചരിക്കുന്ന പാതയോരത്ത് കുരുടനായ മനുഷ്യൻ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ ഒരു വാചകം എഴുതി സമീപം വെച്ചിരുന്നു: അന്ധനാണ്, എന്നെ സഹായിക്കണം എന്ന്. ധാരാളം ആളുകൾ ആ വഴി കടന്നുപോയി. എങ്കിലും ഒരു പൈസ പോലും പാത്രത്തിൽ നിക്ഷേപിച്ചില്ല. അതുവഴി വന്ന ഒരു വലിയ പരസ്യ കമ്പനിയിലെ ജീവനക്കാരി തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു മാർക്കർ പേന എടുത്ത് അവിടെ വച്ചിരുന്ന പേപ്പറിന്റെ മറുവശത്ത് എന്തോ എഴുതിയ ശേഷം അത് ആളുകൾ കാണത്തക്ക വിധം വെച്ചിട്ട് കടന്നുപോയി. ഉടനെ തന്നെ അതുവഴി പോയ ആളുകൾ ഭിക്ഷപാത്രത്തിൽ പണം നിക്ഷേപിക്കുകയും പാത്രം നിറഞ്ഞു കവിയുകയും ചെയ്തു. എന്താണ് ഇപ്പോൾ ആളുകൾ ധാരാളം പണം നിക്ഷേപിക്കുവാൻ കാരണമെന്ന് കുരുടൻ ഒരു മനുഷ്യനോട് ചോദിച്ചു. അയാൾ ഇങ്ങനെ പറഞ്ഞു: ഇതിൽ എഴുതിയിരിക്കുന്നത് വായിച്ചത് നിമിത്തമാണ് ഇപ്പോൾ ആളുകൾ പണം നിക്ഷേപിച്ചത് എന്നായിരുന്നു. എന്തായിരുന്നു പരസ്യ കമ്പനിയിലെ ജീവനക്കാരി എഴുതിയ വാചകം? അയാൾ ചോദിച്ചു: ഇന്നത്തെ ദിവസം വളരെ സുന്ദരമാണ്, നിങ്ങൾക്ക് അത് കാണാം, എനിക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ഇതാണ് എഴുതിയിരിക്കുന്നത്. അയാൾ ഉത്തരം പറഞ്ഞു: ഏതു മേഖലയിലെ ആളുകൾക്കും തങ്ങളുടെ മേഖലയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കും എന്നതിൻ്റെ വലിയ മാതൃകയാണ് പരസ്യ കമ്പനിയിലെ ജീവനക്കാരി നമുക്ക് നൽകുന്നത്. വസ്ത്രങ്ങൾ ദാനം ചെയ്യുക, പണം കൊടുക്കുക എന്നിവ മാത്രമല്ല അന്ധനായ ഒരു മനുഷ്യനെ റോഡ് കുറുകെ കടക്കുവാൻ സഹായിക്കുന്നതും വിദ്യാഭ്യാസമില്ലാത്ത വ്യക്തിക്ക് അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് നൽകുന്നതും അനാഥരെ കാത്തു പരിപാലിക്കുന്നതും എല്ലാ ശുശ്രൂഷയുടെ ഭാഗങ്ങളാണ്. തൻ്റെ എളിയ സഹോദരങ്ങളിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ അത് ചെയ്തു തന്നത് എന്ന് യേശു പറഞ്ഞു. കാരുണ്യത്തിൻ്റെ മൂർത്തിഭാവമാണ് കർത്താവായ യേശു ക്രിസ്തു. ശുശ്രൂഷയായിരുന്നു യേശുവിൻ്റെ പരമലക്ഷ്യം. ജോസഫിന്റെ പണിപ്പുരയിൽ യേശു സേവനം ചെയ്തു, ശിഷ്യന്മാർക്ക് സേവനം ചെയ്തു. ഒരിക്കൽ ഒരു ദാസനോളം യേശു താഴ്ന്നു. അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ചു, ഒരു തുവർത്ത് എടുത്ത് അരയിൽ ചുറ്റി, ഒരു പാത്രത്തിൽ വെള്ളം പകർന്നു, ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. യോഹന്നാൻ 13-4-5 വചനങ്ങൾ. യേശു മാനവരക്ഷയ്ക്കായി ജനിച്ചു. ഒരു ജീവൻ തന്നെ മറുവിലയായി നൽകിയാണ് നമ്മെ യേശു വിലയ്ക്ക് വാങ്ങിയത്. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. 1 കൊരിന്ത്യർ 6-19-20 വചനങ്ങൾ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. 1 പത്രോസ് 1-18-19 വചനങ്ങൾ. സ്വയം ശൂന്യനാക്കി കുരിശുമരണത്തോളം അനുസരണമുള്ളവനായ യേശുവിൻ്റെ മനസ്സ് കാണുവാൻ സാധിക്കുമ്പോൾ മാത്രമേ നാം യേശുവിനെ പോലെ ശുശ്രൂഷയ്ക്കായി മാറുകയുള്ളൂ. സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരിൽ ദൈവികത അശേഷം ഇല്ല. ഒരു വ്യക്തിക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം സത്യസന്ധമായും ആത്മാർത്ഥമായും ചെയ്യുമ്പോൾ അത് വലിയ ശുശ്രൂഷയാണ്. മറ്റുള്ളവരെ സേവിക്കുമ്പോൾ
ദൈവത്തെയാണ് സേവിക്കുന്നത് എന്ന് തിരിച്ചറിയണം. ശിഷ്യൻ എന്ന് വച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. മത്തായി സുവിശേഷം 10:42. ഒരു ദേശസ്നേഹി വലിയവനാകുന്നത് തൻ്റെ രാജ്യത്തെ സേവിക്കുന്നത് കൊണ്ടാണ്. ഒരു ഡോക്ടറെ നമ്മൾ വിലമതിക്കുന്നത് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുന്നതിനാലാണ്. നാം അഹങ്കാരവും അസൂയയും ഉപേക്ഷിച്ച് ദൈവഭക്തിയിലും സേവനത്തിലും വർത്തിക്കണം. യഥാർത്ഥ ഭക്തി എന്താണെന്ന് യാക്കോബ് നമ്മോട് പറയുന്നു. പിതാവായ ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവുമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. യാക്കോബ് 1:27. ഇടയനില്ലാത്ത ആടുകളെ കണ്ടപ്പോൾ യേശുവിന് അനുകമ്പ തോന്നി. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. തൻ്റെ ശിഷ്യന്മാരോട് കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. മത്തായി സുവിശേഷം 9:36-37 വചനങ്ങൾ. ഇന്ന് വയലുകളെല്ലാം കൊയ്ത്തിനായി വിളഞ്ഞു കിടക്കുന്നു. ആർ എനിക്ക് വേണ്ടി പോകും എന്ന് യേശു ഓരോരുത്തരോട് ചോദിക്കുന്നു. ദൈവീയ പാതയിൽ നിന്നും അകന്നു പോയവരെ കണ്ടെത്തി രക്ഷിക്കുവാൻ ബാധ്യത നമുക്കുണ്ട്. യേശു പറഞ്ഞ കാണാതെ പോയ ആടിൻ്റെയും നാണയത്തിൻ്റെയും ഉപമയിൽ അവയെ കണ്ടെത്തുന്നത് നല്ല ഇടയനും സ്ത്രീയും ഇറങ്ങിപ്പുറപ്പെട്ടതിനാലാണ്. യേശുവിനെ പോലെ ശുശ്രൂഷക്കാരായി നമുക്കും മാറാം. കുരിശിൽ കിടന്ന് വേദന അനുഭവിക്കുമ്പോൾ പോലും തൻ്റെ അമ്മയെക്കുറിച്ച് യേശു ചിന്തിച്ചു, നമ്മെക്കുറിച്ച് ചിന്തിച്ചു. ഇങ്ങനെ വർത്തിക്കാൻ ആർക്ക് കഴിയും? യേശുവിൻ്റെ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിനെ പോലെ ശുശ്രൂഷകരായി നമുക്കും മാറാം. നിങ്ങളോ അങ്ങനെയല്ല. നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 22:26 വായിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com